So guys, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ പോയിന്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിനകത്തൊരു ഒരു സ്ലൈഡ് ഷോ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ കീബോർഡിലെ എല്ലാം ഡിലീറ്റ് ചെയ്തു. അതിനായി നമ്മളൊരു ന്യൂ ബ്ലാങ്ക് ഇതെടുത്തു. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇത് പറഞ്ഞിട്ടോ. പിന്നെ ഇതാണ് സ്ലൈഡ് പാനൽ. ഇതിനകത്ത് നമ്മൾ ഒരുപാട് സ്ലൈഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസേർട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ന്യൂ സ്ലൈഡ്. നമുക്ക് ഏത് രീതിയിൽ വേണ്ട സ്ലൈഡുകളാണ്, സ്ലൈഡിന്റെ മോഡലുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് രണ്ട് ഇത് വരുന്നതാണ് സ്ലൈഡ്. ഒരു ടൈറ്റിലും രണ്ടാമതൊരു സബ് ടൈറ്റിലും വരുന്ന രീതിയിലാണ്. ഇതെന്ന് പറയുന്നത് ടൈറ്റിലും ഒരു കണ്ടന്റും. കണ്ടന്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ചാർട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം, അല്ലെങ്കിൽ ഒരു പിക്ചർ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിക്വയർമെന്റ് വരികയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അതുപോലെ തന്നെ സെക്ഷൻ ഹെഡർ എന്നുള്ളത് ഹെഡിങ് വലുതായിട്ട് വരുന്നു. പിന്നെ നമുക്ക് ഇത് വരുന്നു. അതുപോലെ തന്നെ ഇതിന് ടു കണ്ടന്റ്, ഒരു ടൈറ്റിൽ കൊടുക്കുക, പിന്നെ രണ്ട് കണ്ടന്റ് കൊടുക്കുക, അങ്ങനെ ഉള്ളത്. പിന്നെ രണ്ടാമത്തത് കമ്പാരിസൺ മീൻസ് രണ്ട് പ്രൊഡക്റ്റുകളെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഇത് ടൈറ്റിൽ ഓൺലി എന്നുള്ളത് വെറും ഒരു ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുതുതായിട്ട് വല്ല ഇൻസേർട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ്സിന്റെ ഒരു ഇതാണ്. നമുക്കിതൊന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് പേര് കൊടുക്കാനും ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതില്ലാത്ത ഒന്നാണ് ബ്ലാങ്ക് ഡോക്യുമെന്റ്, ബ്ലാങ്ക് സ്ലൈഡ് ഷോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാം ടേബിളും എല്ലാ പിക്ചേഴ്സും ഓൺലൈൻ പിക്ചേഴ്സും എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുന്നത്തെ ഫസ്റ്റത്തെ ഇതിൽ ഞാൻ പറഞ്ഞു, ഒരു പേരും ഒരു സെപ്പറേറ്റിലും കൊടുക്കുന്നതും ഒരു ഇത് ബാഗ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഇതിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വെച്ചു, എന്നിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്തു. അവിടെ ഞാനൊരു പേര് കൊടുത്തു, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡൊമസ്റ്റിക് ആനിമൽസ് എന്നുള്ളതിന്റെ ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. നമ്മളൊരു ഒരു പൂച്ചയുടെയും ഒരു നായയുടെയും ഉള്ളൊരു സ്ലൈഡ് ഷോ ക്രിയേറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസ് എന്നുള്ള ഒരു ഞാനിവിടെ കാറ്റ്സ് ആൻഡ് ഓക്കെ. രണ്ടാമത് ഞാനിവിടെ ഒരു ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ക്യാറ്റ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഇൻസേർട്ടിൽ വന്നിട്ട് ഒരു പിക്ചർ ആഡ് ചെയ്യാണ്. പിക്ചർ ആഡ് ചെയ്യാൻ ഇതിനകത്ത് വേണ്ടത്, നമുക്ക് ഇവിടെ ഇതിനകത്ത് കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോ ക്യാറ്റ്സിൻ്റെ ഒന്നും അധികം കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ട്രെയിനിന്റെയും അതുപോലെ കാറിൻ്റെതും വിമാനത്തിന്റെ ഒക്കെ പിക്ചേഴ്സ് അവൈലബിൾ ആണ്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടതായിരിക്കും. ഇതിലിങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ ഇതിനകത്ത് നോക്കണം ഏതൊക്കെ രീതിയിൽ. ഇപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്തതുണ്ടാവും. അതിലിപ്പോൾ ആനിമൽസിൻ്റെത് ഇതിനകത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കാം. ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കാണ്. ഓൺലൈൻ പിക്ചേഴ്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, പിങ് ഇമേജ് സെർച്ച് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മളെ ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇതിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആനിമൽസ് അടിച്ചു കൊടുത്തു. ആനിമൽസ് കണ്ടില്ലേ, ഇതാണ് ആനിമൽസിന്റെ ഇത്. നമ്മളിത് ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ കുറെ കൂടെ വിസിബിൾ ആവും. അപ്പം നമുക്ക് ഇനിയിപ്പോ നമ്മളിപ്പോ ക്യാറ്റ്സിൻ്റെതാണ് തിരയുന്നെങ്കിൽ ഇവിടെ ക്യാറ്റ്സ് എന്നുള്ളത് അടിച്ചു കൊടുക്കാം.
ഓക്കെ, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് ക്യാറ്റ്സിൻ്റെ ഫോട്ടോസ് വരും. അപ്പോൾ നമ്മൾ ഏകദേശം നോക്കി ഇതേപോലെ ഈ ഒരു ഫോട്ടോ എടുക്കുക, ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇൻസേർട്ട് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ക്ലിക്ക് ചെയ്ത എല്ലാ പിക്ചേഴ്സും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഇങ്ങനെ വരുന്ന ഒരു പിക്ചർ നമുക്ക് പിക്ചറിൻ്റെ ഈ ഒരു കോർണറിൽ ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐക്കൺ ചേഞ്ച് ആവുന്നത് വേണം. അവിടെ ക്ലിക്ക് ചെയ്താണ്ട് ചെറുതാക്കാനും വലുതാക്കാനും, അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഒരു ക്യാറ്റ്സ് എന്നുള്ളതിൻ്റെ ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ എന്താ ഫോണ്ട് സ്റ്റൈലും ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. നമ്മളത് കറക്റ്റായിട്ട് നോക്കണം. നമുക്കിപ്പോൾ സൈസ് കൂട്ടാനും അതൊക്കെ അപ്പുറത്ത് പറഞ്ഞ അതുമായതുകൊണ്ട് പിന്നെ അത് ഇവിടെ പറയാത്തത് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ച ഒരു ഇതാണ് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ്ട് ഇവിടെ വെച്ചുകൊണ്ട് വലിച്ച് മുകളിലേക്ക് വെക്കാൻ പറ്റും. ഇനി ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു ആവശ്യം, ഇതിന്റെ ആവശ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞു തന്നത് ആവശ്യം വരുന്നത് ഇപ്പൊ നമുക്ക് ആ ഒരു ക്യാറ്റ്സ് എന്നുള്ളത് ഇതിന്റെ ഉള്ളിലാണ്. അത് നമുക്ക് എങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ അറേഞ്ച് എന്നുള്ളതിന്റെ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, നമുക്കത് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. മറ്റേ ഇതിനെ ഒന്ന് സെന്റർ അലൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മുകളിൽ കൊടുക്കുമ്പോഴാണ് അത് വ്യക്തമാവുന്നത് തോന്നുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ക്യാറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ അടുത്തത് നമുക്ക് ഡോഗിനെ വെച്ചാണ്ട് ഇത് കാണാം. അപ്പൊ ഇൻസേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്ലൈഡ് എടുക്കുക. നമുക്ക് ബ്ലാങ്ക് ആണ് വേണ്ടതെങ്കിൽ ബ്ലാങ്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം ആണ് വേണ്ടതെങ്കിൽ നമുക്കിത് ഓരോന്നും എടുത്ത് നോക്കാം. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു 2 സബ് ടൈറ്റിൽസ് കൊടുക്കുന്നത്. ഇത് രണ്ടാമത് ഇന്നലെ ഒരു ടൈറ്റിൽ കൊടുക്കാം, നമുക്ക് ഡോഗ് എന്നുള്ളത് കൊടുക്കാം. ഡോഗ്. ഇനിയിപ്പോ കാണില്ലേ, ഇതിനകത്ത് നമുക്ക് പേരെന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും ഒരു റൈറ്റപ്പ് ആണെന്ന് വിചാരിച്ചു, ഡോഗിനെ കുറിച്ചൊരു മറ്റേ മൊത്തം ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പിക്ചറാണ്, ഒരു ഡോഗിന്റെ പിക്ചറാണ് കൊടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടേബിൾ ആണ് കൊടുക്കേണ്ടതെങ്കിൽ മീൻസ് ഇപ്പോൾ നമ്മൾ വേർഡിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യണയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജസ്റ്റ് ടേബിളിന്റെ ഒരു 5 കോളംസും പിന്നെ 2 റോ ഉള്ള ഒരു ടേബിളിന്റെ സെറ്റിങ്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടേ ഒരു ടേബിളായി അത് മാറിയിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് ടേബിൾ അല്ല, ഇനി ഒരു ചാർട്ടാണ് വേണ്ടതെങ്കിൽ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ചാർട്ട് വ്യത്യസ്ത തരത്തിലുള്ള ചാർട്ടുകളും പല മോഡലും പല രീതിയിലുള്ള ചാർട്ടുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അത് വെച്ചിട്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അതാണ് വരിക. ആ ചാർട്ടിന് വേണ്ട ഡയമെൻഷൻസ് എക്സലിൽ കൊടുക്കുന്നതാണ് ഇത് വരുന്നത്. ഇത് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യാണ്, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, സോറി, അപ്പം അത് മുകളിൽ വേറൊന്നും വന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ ആ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു, ചാർട്ടിനല്ലേ ഇത്, ആ ചാർട്ട് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ആയി. വേറൊരു ബ്ലാങ്ക് ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു നമ്മളിപ്പോൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ന്യൂ സ്ലൈഡിൽ ആ ഒരു ബ്ലാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ വേറൊന്ന് മീൻസ് രണ്ടാമത് ഇപ്പം നമ്മൾ നോക്കിയത് ടൈൽ ആൻഡ് കണ്ടന്റ് എന്താണെന്നുള്ളതാണ്. ഇത് 2 പേരുകൾ, ഇത് വലിയ ഒരു ടൈറ്റിലും ഒരു ഇത് മാത്രം കൊടുക്കുന്നതാണ് നമ്മൾ രണ്ടാമത് കൊടുത്തത്. അത് കഴിയുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് 2 കണ്ടന്റ് കൊടുക്കണമെന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് ഇപ്പോൾ ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് എന്നുള്ളതിന്റെ കമ്പാരിസൺ കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡോഗ് കൊടുത്തു,
dogs and cats. ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് നമ്മൾ കൊടുത്തു നോക്കി. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇന്നലെ കഴിഞ്ഞ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് ടേബിള് ചാർട്ട് ഇങ്ങനെ എല്ലാതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പല വ്യത്യസ്ത തരത്തിലുള്ള ലിസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷേപ്പുകൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു പിക്ചറാണ് ആഡ് ചെയ്യുന്നത്. പിക്ചർ മീൻസ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിക്ചർ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഐക്കൺ വരുന്നത്. അത് നമുക്ക് ഇവിടെ വെച്ചിട്ടും ചെയ്യാട്ടോ. അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് ഇതും. ഇവിടെ ഓൺലൈൻ പിക്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നതാണ്. ആ ഓൺലൈൻ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് സെർച്ചിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തത് പോലെ തന്നെ ആനിമൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഡോഗ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെ ഇത് വരും. അപ്പോൾ ഓക്കെ, ഡോഗ് വ്യത്യസ്ത തരത്തിലുള്ള ഡോഗ്സിൻ്റെ വരും. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്താൽ താഴെ വേറെയും ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഡോഗിൻ്റെ പിക്ചർ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. കണ്ടില്ല, അത് ഡൗൺലോഡിങ് നേരി കാണിക്കുന്നുണ്ട്. എല്ലാ പിക്ചേഴ്സും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലത് കിട്ടും ചിലത് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അതവിടെ വന്നു. ഇനി നമ്മൾ ഇതിനകത്തൊരു ക്യാറ്റിൻ്റെ പിക്ചറാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വിചാരിച്ചു. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അത് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഓക്കെ, ഇതിനകത്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് ഓൾറെഡി ഒരു ഡോഗിൻ്റെ പിക്ചർ ഉണ്ട്. അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വരും. മനസ്സിലായില്ലേ? സംഭവം ഇതാണ്. നമ്മൾ ഇത് എവിടെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഇതായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തുള്ളത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ നോക്കി. ഇതിനകത്ത് ഇൻസേർട്ടിലാണ് ഇത് ന്യൂ സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കണം. ഈ ഇൻസേർട്ട് എന്നുള്ള ടാബിലാണ് നമ്മൾ എല്ലാവിധ ഇൻസേർട്ട് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇൻസേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലാണ് കിട്ടുക. ഹോം എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫോണ്ട് സ്റ്റൈല്, മറ്റ് കളർ, അങ്ങനത്തെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ, അലൈൻ ചെയ്യാൻ, ഷേപ്പ് ആഡ് ചെയ്യാൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ള ക്ലാസ് ഇപ്പോൾ ഞാൻ വേറെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതൊക്കെ ഇതിലിപ്പോൾ നമുക്ക് കുറേ ഇതുണ്ട്. ഇതിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത് രണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ള രണ്ട് ഡോക്യുമെന്റ് സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളത് ഇത് ഇത്രയും ക്യാറ്റ്സ് ഒരു ചാർട്ട് നമ്മൾ മീൻസ് ഇതിന്റെ ഒരു ഡോഗിന്റെ എന്തെങ്കിലും ഒരു ചാർട്ടാണെന്ന് വിചാരിച്ചു. അതിപ്പോ ഇത് വേണമെങ്കിൽ മാറ്റിയാണ് നമുക്ക് ഓക്കെ. അപ്പൊ നമ്മൾ ഇതില് ഇനി നമ്മൾ ഇതിനൊക്കെ ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുക്കാൻ നിൽക്കും. ഇന്നലെ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആനിമേഷൻ എങ്ങനെ, ട്രാൻസിഷൻ എന്താണ് എന്നൊക്കെ ജസ്റ്റ്. അപ്പോ ഇന്ന് നമ്മൾ അതൊരു ഇത് പോവുകയാണ്. ഇവിടെ ആനിമേഷൻ കൊടുക്കുക, ഒരു ആനിമേഷൻ കൊടുത്തു. രണ്ടാമത്തേതിന് ക്യാറ്റ്സ് എന്നുള്ളതിന് നമ്മൾ വേറൊന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിന് വേറൊന്ന് കൊടുത്തു. ക്യാറ്റ്സ് എന്നുള്ളതിന് നമ്മൾ വേറൊന്ന് കൊടുത്തു. ഡോഗ്സ് എന്നുള്ളതിന് നമ്മളൊരു ഫെയ്ഡ് ആയിട്ട് വരുന്ന ഒരു ഇത് കൊടുത്തു. ഇനി ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇത് ആ ഒരു മറ്റേ ഒബ്ജക്റ്റുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ അതിങ്ങനെ വരുന്ന രീതിയിൽ കൊടുത്തു. നമ്മൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇതിനകത്ത് ഇനിയും ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് എക്സിറ്റ് ചെയ്യണതാണ്. ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് അതിനകത്ത് ഇതിപ്പോ ഈ 3 സെക്ഷൻ നിങ്ങൾ കണ്ടു. ഇതിൽ എന്താണ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഒരു ഒബ്ജക്റ്റ് വരുന്നതാണ്, അതുപോലെ തന്നെ ഇത് ഒരു നിൽക്കുന്നതാണ്, ഇത് ഔട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ പല ഇതിൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇത്രയും സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്തതിൽ നമ്മളത്
ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ സ്ലൈഡൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽസ് വന്നു. അടുത്ത ക്ലിക്ക് ചെയ്ത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് വന്നു. നമ്മൾ അടുത്ത ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത ക്യാറ്റ്സ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ക്യാറ്റ്സിൻ്റെ പേര് വന്നു. ഇപ്പൊ നമ്മൾ അടുത്ത പിന്നെയും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലാങ്ക് ആയിട്ട് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് വരും. ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് എന്നുള്ളത് വന്നു. അതുപോലെ തന്നെ അടുത്ത പിക്ചർ വന്നു. ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത പിക്ചർ വന്നു. അടുത്ത ഇത് വന്നു. പിന്നീട് ബാക്കി ആ കളർ ചേഞ്ച് ചെയ്താണ് അത് വന്നു. ഇതൊക്കെ ആ ചാർട്ട് വന്നു. ആണല്ലേ? ഇപ്പൊ ഇതാണ് സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൽ മൊത്തം സ്ലൈഡ് ഷോന്റെ ഇതിൻ്റെയൊക്കെ ഒരു കളറ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്നാമത് ഇതാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒന്നും വേണ്ട, നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ നമുക്കൊരു സോളിഡ് കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് കളറാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഗ്രേഡിയന്റ് പറഞ്ഞാൽ രണ്ട് കളർ വരുന്നത്, ഒരു രണ്ട് കളർ. ഇപ്പോൾ ഞാൻ ഒരു കളറിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറ്റം വരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്തെങ്കിലും ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. പാറ്റേൺ മീൻസ് ലൈൻസും മറ്റും ഒക്കെ വരുന്ന ഇതിനാണ് പാറ്റേൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പാറ്റേൺസ് ആൻഡ് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടാവും. അത് പല രീതിയിലുള്ള ടെക്സ്റ്റേഴ്സ് ഇതിനെയാണ്. ഓക്കെ, ഈ ഇത് അപ്ലൈ ടു ആൾ എന്ന് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ? ഈ അപ്ലൈ ടു ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച എല്ലാ സ്ലൈഡിനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വരും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കളർ, പാറ്റേൺ, ഹൈഡ് ബാക്ക്ഗ്രൗണ്ട്, ഇത് വേണ്ട, ഗ്രേഡിയന്റ്, സോളിഡ് ഫില്ല്. സോളിഡ് ഫില്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കളറേക്കാരം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്ത് ഏത് കളറും ആക്കട്ടോ. ഇപ്പോൾ ഈ കളറാണ് വേണ്ടെങ്കിൽ ഓക്കെ, ഈ കളർ. ഇപ്പം ഞാൻ ആ ഒരു കളർ മാറ്റി. എല്ലാത്തിനൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പാറ്റേൺ ആണ് കിടക്കുന്നത്. ഇപ്പം നമുക്കത് എല്ലാത്തിനും ഒരേ കളർ രീതി ബാക്ക്ഗ്രൗണ്ട് ആക്കണമെങ്കിൽ അപ്ലൈ ടു ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും അത് വരും. മനസ്സിലാക്കില്ലേ? അപ്പം ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അതെല്ലാവരും നോക്കുക, നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ.